ഇനി കുറച്ച് സ്പെഷ്യൽ കവറിംഗ് ആവും. ആ ഭാഗത്തുണ്ടാവും. നിന്റെ അമ്മൂമ്മ പ്രായം കുറവാണല്ലോ. ഹലോ സർ. ആരാ ആരാ? എനിക്കെങ്ങനെ അറിയാം? അണ്ണൻ തന്നെ പറ. എന്താ കുട്ടിയുടെ പേര്? അമൃത. നല്ല പേര്. അതെ, എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ കമ്പനിയുടെ കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതായിരുന്നു. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. സർ, ഇത് നമ്മുടെ കമ്പനിയുടെ പുതിയൊരു പ്രോഡക്റ്റ് ആണ്. ഇത് നമുക്ക് ഒരേ സമയം നമുക്കിതിൽ 9 ബിസ്ക്കറ്റ് വെച്ച് വെക്കാൻ പറ്റും. ചുമ്മാ സത്യം. പിന്നെ ഇത് മേടിക്കുമ്പോൾ ഒരു ചെറിയ ബൗൾ അതിൻ്റെ കൂടെ ഫ്രീയും കിട്ടുന്നുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സർ, പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. അത് ഇതിന്റെ വിലയാണ്. ഇത് കേട്ട സാർ ഞെട്ടും. പണം എനിക്കൊരു പ്രശ്നമല്ല. എത്ര ഇതിന്റെ വിള? 999 രൂപ മാത്രം. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കാച്ചേ, അതും എന്നോട്. കുട്ടി പൊക്കോ. സാർ, എന്താ? പറഞ്ഞോളൂ. ഞാനും കൂടെ അകത്തേക്ക് വന്നോട്ടെ? എന്തിന്? അയ്യോ, സാർ ഉദ്ദേശിച്ചല്ല. എന്താ ആ പ്രതീക്ഷയും തകർന്നു. എനിക്കൊന്ന് വാഷ്റൂമിൽ പോണായിരുന്നു. അത്യാവശ്യമല്ലേ? കുട്ടി കിടന്നു വരും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? സർ, വാഷ്റൂം എവിടെയാ? വാഷ്റൂം ഇവിടെ തന്നെ. താങ്ക് ഉയ്. ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. സാർ, എനിക്ക് കൂടുതൽ പേടിക്കണ്ട. ഞാൻ കഥകം അടച്ചേക്കട്ടെ. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. പേടിക്കേ വേണ്ട. സാറ് നേരത്തെ പറഞ്ഞ 25,000 രൂപ എനിക്ക് തരാണെങ്കിൽ പ്രോഡക്റ്റ് ഒക്കെ ഇപ്പൊ തന്നെ പരിചയപ്പെടായിരുന്നു. ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊതിഞ്ഞേ പറയാറുള്ളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ സാർ എന്നെ എവിടെ ഇട്ട് പീഡിപ്പിച്ച് കൊല്ലുന്നേന്ന് ഞാൻ വിളിച്ചു. എന്താ ഉറക്കം വരുന്നു? പിന്നുണ്ടല്ലോ, അവസാനം 5 വർഷത്തിലൊടുക്ക ഞാൻ ഈ കേസ് കുത്തിപ്പൊക്കും. ആകെ പുലിവാലല്ലോ. ആയല്ലോ. പിന്നെ അവസാനം സാറ് തലയിൽ കൂടെ മുണ്ടൊക്കെ ഇട്ട് മൂടി നാട് വിടേണ്ടി വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഞാൻ മുണ്ടുമൂടി നടന്നാലേ നീയും മുണ്ടുമൂടി നടക്കേണ്ടി വരും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെന്റെ വീടല്ല. പിന്നെ ഞാനേ ഇവിടെ കക്കാൻ കയറിയ നല്ല ഒന്നോന്തരം കൊള്ളന. കള്ളനോ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. നീ വാ, താനെന്തിനാ കൈ കയറി പിടിക്കുന്നത്? പ്രോഡക്റ്റ് പരിചയപ്പെടാൻ. നിനക്ക് രാജയോഗമാണടാ, നിനക്ക് വൃദ്ധയോഗം.